നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2 തവണ കയ്യെത്തും ദൂരത്ത് വഴുതിപ്പോയ ICCയുടെ വനിതാ ലോകകപ്പ് കിരീടത്തിൽ ഇന്ത്യൻ മുത്തം. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയെ 52 റൺസിന് കൊമ്പുകുത്തിച്ചാണ് ഹർമൻപ്രീത് കൗറും സംഘവും ലോക ക്രിക്കറ്റിലെ പുതിയ റാണിമാരായത്. മഴ മാറി നിന്ന കലാശപ്പോരില് തൊട്ടതെല്ലാം പൊന്നാക്കി ആദ്യ ലോക കിരീടത്തിനായുള്ള കാത്തിരിപ്പ് ഇന്ത്യ അവസാനിപ്പിക്കുകയായിരുന്നു. 299 റൺസിന്റെ വിജയലക്ഷ്യമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ വച്ചത്. ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ കൂടിയായ ക്യാപ്റ്റൻ ലോറ വോൾവാർഡ് 101 തുടരെ രണ്ടാമത്തെ കളിയിലും സെഞ്ചുറി കുറിച്ചെങ്കിലും സൗത്ത് ആഫ്രിക്ക 45.3 ഓവറിൽ 246 റൺസിന് കൂടാരം കയറുകയായിരുന്നു. 98 ബോളിൽ 11 ഫോറും ഒരു സിക്സറും ഉൾപ്പെട്ടതാണ് വോൾവാർഡിന്റെ ഇന്നിംഗ്സ്. പക്ഷേ മറ്റാരെയും അധികം ക്രീസിൽ തുടരാൻ ഇന്ത്യ അനുവദിച്ചില്ല. ആൻഡെ ഡെർക്സൺ 35, സ്യൂൻ ലൂസ് 25, ടസ്മിൻ ബ്രിഡ്സ് 23, നദീൻ ഡി ക്ലർക്ക് 18 എന്നിവരാണ് സൗത്ത് ആഫ്രിക്കൻ നിരയിൽ രണ്ടക്കം തികച്ച മറ്റു താരങ്ങൾ. 5 വിക്കറ്റുകൾ പിഴുത ദീപ്തി ശർമ്മയാണ് സൗത്ത് ആഫ്രിക്കയെ തകർത്തത്. ഷഫാലി വർമ്മ 2 വിക്കറ്റും നേടി. മഴയെ തുടർന്നു 2.5 മണിക്കൂറോളം വൈകി തുടങ്ങിയ പോരാട്ടത്തിൽ ടോസ് നഷ്ടമായ ഇന്ത്യ ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെടുകയായിരുന്നു. 7 വിക്കറ്റുകൾ നഷ്ടത്തിൽ 298 റൺസാണ് ഹർമൻപ്രീത് കൗറും സംഘവും കുറിച്ചത്. ഷഫാലി വർമ്മയുടെയും 87, ദീപ്തി ശർമ്മയുടെയും 58 ഫിഫ്റ്റികളാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തായത്. 76 ബോളിൽ 7 ഫോറും 2 സിക്സറും ഉൾപ്പെട്ടതാണ് ഷഫാലിയുടെ ഇന്നിംഗ്സ്. താരത്തിന്റെ കരിയർ ബെസ്റ്റ് സ്കോർ കൂടിയാണിത്. ദീപ്തി 58 ബോളിൽ 3 ഫോറും ഒരു സിക്സറും നേടി. സ്മൃതി മന്ദന 45, റിച്ച ഘോഷ് 34 എന്നിവരാണ് 30-ന് മുകളിൽ സ്കോർ ചെയ്ത മറ്റു താരങ്ങൾ. ഒരു ഘട്ടത്തിൽ ഇന്ത്യ 320 മുതൽ 330 വരെ റൺസെങ്കിലും കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. കാരണം 6-ന് മുകളിലായിരുന്നു പലപ്പോഴും ഇന്ത്യയുടെ റൺ റേറ്റ്. പക്ഷേ അവസാന ഓവറുകളിൽ മികച്ച ബൌളിംഗിലൂടെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ പിഴുത് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ പിടിച്ചു നിർത്തുകയായിരുന്നു. അവസാന 10 ഓവറിൽ വെറും 69 റൺസ് മാത്രമേ അവർ വഴങ്ങിയുള്ളൂ. ഇത് 3-ാം തവണയാണ് ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. കഴിഞ്ഞ 2 തവണയും ഇന്ത്യയ്ക്ക് കപ്പിനരികെ കാലിടറിയിരുന്നു. 2005-ൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ടൂർണമെന്റിലാണ് ആദ്യമായി ഫൈനലിലേക്ക് ഇന്ത്യ ടിക്കറ്റ് എടുത്തത്. അന്ന് ഓസ്ട്രേലിയയോട് 98 റൺസിന്റെ കനത്ത തോൽവിയേറ്റ് വാങ്ങുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ഫൈനലിനായി ഇന്ത്യയ്ക്ക് 2017 വരെ കാത്തിരിക്കേണ്ടി വന്നു. അന്ന് കപ്പിനും ചുണ്ടിനുമിടയിലാണ് കിരീടം വഴുതിപ്പോയത്. ഇംഗ്ലണ്ടിൽ നടന്ന ടൂർണമെന്റിൽ ത്രില്ലിംഗ് ഫൈനലിൽ ആതിഥേയരോട് തന്നെ ഇന്ത്യ പൊരുതി വീണു. 9 റൺസിന്റെ നാടകീയ ജയമാണ് ഇംഗ്ലണ്ട് കൈക്കലാക്കിയത്. ഇത്തവണത്തെ വനിതാ ലോകകപ്പില് ലീഗ് ഘട്ടത്തിലെ 4-ാം സ്ഥാനക്കാരായാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രവേശനം. പ്രാഥമിക റൗണ്ടിലെ 7 മത്സരങ്ങളിൽ നിന്നും 7 പോയിന്റാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 3 മത്സരങ്ങളിൽ ജയിച്ച ഇന്ത്യ 3 എണ്ണത്തിൽ തോൽക്കുകയും ചെയ്തു. ശേഷിച്ച ഒരു കളി മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ റെക്കോർഡ് റൺചേസിനൊടുവിലാണ് ഇന്ത്യ മലർത്തിയടിച്ചത്. ഓസീസ് നൽകിയ 339 റൺസെന്ന കൂറ്റൻ ലക്ഷ്യം അവിശ്വസനീയ റൺചേസിലൂടെ ഇന്ത്യ വെറും 5 വിക്കറ്റിന് മറികടക്കുകയായിരുന്നു. ജെമിമ റോഡ്രിഗസിന്റെ അപരാജിത സെഞ്ചുറിയാണ് ഇന്ത്യൻ ജയത്തിന് അടിത്തറയിട്ടത്.